നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ആവർത്തിച്ചു കേരളം. 20ൽ 18 സീറ്റുകളിൽ UDF ജയമുറപ്പിച്ചു. 9 മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ലഭിച്ചതോടെ 2019നേക്കാൾ തിളക്കമേറിയ വിജയമാണ് ഇക്കുറി UDFന്. പിണറായി വിജയന്റെ ഭരണത്തിനുള്ള തിരിച്ചടിയായിരുന്നു ഈ ഇലക്ഷൻ. പൊന്നാനി, എറണാകുളം, മലപ്പുറം മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം 2 ലക്ഷത്തിനു മുകളിലാണ് UDFന്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3 ലക്ഷം പിന്നിട്ടു. ആറ്റിങ്ങലിൽ നടക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം മാത്രമായിരുന്നു പ്രവചനാതീതം. ആറ്റിങ്ങലും ആലത്തൂരും തൃശ്ശൂരും ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ UDFന് ജയം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അതിൽ വീണ്ടും മാറ്റം വന്നു. ആലത്തൂരിൽ K രാധാകൃഷ്ണനും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ജയിച്ചു. അതേസമയം തൃശ്ശൂരിൽ K മുരളീധരന് 3ാം സ്ഥാനത്തേക്ക് പോയത് മുന്നണിക്ക് ക്ഷീണമായി. വോട്ടെണ്ണലിന്റെ ഒരു സമയത്ത് പോലും ലീഡ് വർദ്ധിപ്പിക്കാൻ മുരളീധരന് സാധിച്ചിരുന്നില്ല. വിജയം പ്രതീക്ഷിച്ചാണ് വടകരയിൽ നിന്ന് K മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയത്. എന്നാൽ മത്സരം സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലായിരുന്നു. രാജീവ് ചന്ദ്രശേഖരനുമായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ തരൂർ മണ്ഡലം 4ാമതും നിലനിർത്തി. കേരളം ഉറ്റുനോക്കിയിരുന്ന വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ 1 ലക്ഷത്തിലധികം വോട്ടിനാണ് ജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം വോട്ട് നേടി വിജയിച്ച KK ശൈലജ ടീച്ചർക്ക് വലിയ തിരിച്ചടിയാണ് UDF നൽകിയത്. 2019 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയവരിൽ ഒരാളായ രമ്യ ഹരിദാസിന്റെ തോൽവി UDFന് മറ്റൊരു തിരിച്ചടിയാണ്. 20,000-ലധികം വോട്ടുകൾക്ക് K രാധാകൃഷ്ണൻ ലീഡ് ചെയ്തു. 2019 UDF തരംഗത്തിൽ LDFിലെ വൻമരങ്ങൾ ഉൾപ്പെടെ വീണിരുന്നു. എന്നാൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ LDF 2ാം സർക്കാർ രൂപീകരിച്ചു. 2021 പ്രതിഫലിച്ചില്ലെങ്കിലും LDF നില മെച്ചമാക്കാൻ പറ്റുമെന്നായിരുന്നു കരുതിയിരുന്നത്. അതിനനുസരിച്ച് ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് LDF ഇക്കുറി രംഗത്തിറക്കിയതും. 2019 നേരിയ ഭൂരിപക്ഷത്തിനാണ് പല UDF സ്ഥാനാർത്ഥികളും വിജയിച്ചത്. എന്നാൽ ഇത്തവണ തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി UDF ജയം ഉറപ്പിച്ച മണ്ഡലങ്ങളിലെല്ലാം 50,000-ന് മുകളിൽ ഭൂരിപക്ഷവുമായാണ് സ്ഥാനാർത്ഥികൾ തിളങ്ങിയത്. കൊല്ലത്ത് NK പ്രേമചന്ദ്രനും തിളങ്ങി.